അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 2025 ജനുവരി മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലേക്കുള്ള ഫണ്ട് ഇൻഫ്ലോയിൽ ഗണ്യമായ ഇടിവ് വന്നു. ജനുവരി മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫെബ്രുവരി മാസത്തിൽ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലേക്കുള്ള ഫണ്ട് ഇൻഫ്ലോ 26% ഇടിഞ്ഞു. 2025 ജനുവരി മാസത്തിൽ 39,687 കോടി രൂപയുടെ ഫണ്ട് ഇൻഫ്ലോയാണ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. അത് ഫെബ്രുവരി മാസമായപ്പോൾ 29,303 കോടിയിലേക്ക് ഇടിഞ്ഞു. ഏറ്റവും അധികം ഇടിവ് പ്രകടമായത് മിഡ് ക്യാപ് ഫണ്ടുകളിലും സ്മാൾ ക്യാപ് ഫണ്ടുകളിലുമാണ്. മിഡ് ക്യാപ് ഫണ്ടുകളിലെ ഫണ്ട് ഇൻഫ്ലോ 5,147 കോടിയിൽ നിന്നും മന്ത് ടു മന്ത് 3,406 കോടിയിലേക്ക് ഇടിഞ്ഞപ്പോൾ സ്മാൾ ക്യാപ് ഫണ്ടുകളിലെ ഫണ്ട് ഇൻഫ്ലോ 5,720 കോടിയിൽ നിന്നും 3,722 കോടിയിലേക്ക് ഇടിഞ്ഞു. അതേസമയം ലാർജ് ക്യാപ് ഫണ്ടുകളിലെ ഫണ്ട് ഇൻഫ്ലോ അത്ര വലിയ രീതിയിൽ ഇടിഞ്ഞിട്ടില്ല. 3,063 കോടിയിൽ നിന്നും 2,866 കോടിയിലേക്കാണ് ഇടിഞ്ഞിരിക്കുന്നത്. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നുള്ള ഫണ്ട് ഔട്ട്ഫ്ലോയും കുറഞ്ഞു എന്നുള്ളത് ഒരു ശ്രദ്ധേയമായ ഫാക്റ്റാണ്. ജനുവരി മാസത്തിൽ 1.28 ലക്ഷം കോടി രൂപയുടെ ഔട്ട്ഫ്ലോ ആയിരുന്നു. അത് ഫെബ്രുവരി മാസമായപ്പോൾ 6,525 കോടിയായി കുറഞ്ഞിട്ടുണ്ട്. ഈ ഫെബ്രുവരി മാസത്തിൽ 28 പുതിയ ന്യൂ ഫണ്ടുകൾ അല്ലെങ്കിൽ പുതിയ മ്യൂച്വൽ ഫണ്ടുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ 12 എണ്ണം ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടും, 1 എണ്ണം ഗോൾഡ് ETF-ഉം, 5 എണ്ണം മറ്റുള്ള ETFകളും, 1 മൾട്ടി ക്യാപ് ഫണ്ടും 7 തീമാറ്റിക് ഫണ്ടുകളും ഉൾപ്പെടുന്നു. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലെ പാർട്ടിസിപ്പേഷനിൽ ഇടിവ് വന്നിട്ടുണ്ടെങ്കിലും പാർട്ടിസിപ്പേഷൻ ഇപ്പോഴും സ്ട്രോങ് ആണെന്ന് തന്നെയാണ് ആംഫിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ബ്രോഡർ മാർക്കറ്റിലുണ്ടായ കറക്ഷനും ഇക്വിറ്റികളിലും ഗ്ലോബൽ മാർക്കറ്റിലും ഉണ്ടായിരിക്കുന്ന അൺസർട്ടനിറ്റീസ് മൂലമാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫണ്ട് ഇൻഫ്ലോ കുറഞ്ഞിരിക്കുന്നത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോഴും മ്യൂച്വൽ ഫണ്ടുകളിൽ സ്ട്രോങ് പാർട്ടിസിപ്പേഷൻ നടത്തുന്നു എന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ആശ്വാസകരമായ ഒരു അപ്ഡേറ്റാണ്. ഇനി അടുത്ത ആഴ്ച ഫോക്കസ് ചെയ്യാവുന്ന 2 ഓട്ടോമൊബൈൽ സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് ടാറ്റ മോട്ടോഴ്സ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ടാറ്റ മോട്ടോഴ്സ് 654 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. 2.41 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 5.74. ടാറ്റ മോട്ടോഴ്സ് 2025 ജൂലൈ മാസത്തോടുകൂടി കൊമേഴ്സ്യൽ വെഹിക്കിൾ ബിസിനസ്സിനെയും പാസഞ്ചർ വെഹിക്കിൾ ബിസിനസ്സിനെയും ഡീമർജ് ചെയ്തേക്കും. ഈ ഡീമർജറിന് മുന്നോടിയായി കമ്പനി 2,000 കോടി രൂപയുടെ ഫണ്ട് നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴി റൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി മാർച്ച് 19 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗും വിളിപ്പിച്ചിട്ടുണ്ട്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിലാണ് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നത്. ആൾറെഡി കമ്പനിയുടെ കൊമേഴ്സ്യൽ ആൻഡ് പാസഞ്ചർ വെഹിക്കിൾ ബിസിനസ് പ്ലാനിനെ ഡീമർജ് ചെയ്യാനുള്ള തീരുമാനത്തിന് സെബിയുടെ അപ്രൂവൽ ലഭിച്ചു കഴിഞ്ഞു. ഇവിടെ ഡീമർജ് 2025 ജൂലൈ 1 ആയിരിക്കും നടക്കുക. ഡീമർജറിൻ്റെ എഫക്റ്റീവ് ഡേറ്റ് 2025 ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും വരിക. ഡീമർജറിന് ശേഷം 1:1 എന്ന റേഷ്യോയിലുള്ള സ്റ്റോക്ക് സ്പ്ലിറ്റും ടാറ്റ മോട്ടോഴ്സിൽ വരും. ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിൽ ബോട്ടം ഫിഷിംഗ് നടത്താൻ താല്പര്യമുള്ളവർക്ക് 600 രൂപയുടെ അല്ലെങ്കിൽ 612 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. 655 സ്റ്റോക്ക് ലഭിക്കുന്നു. 800 വളരെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും. ഓട്ടോമൊബൈൽ സെക്ടറിൽ തന്നെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന രണ്ടാമത്തെ സ്റ്റോക്ക് KPIT ടെക്നോളജി ലിമിറ്റഡ് ആണ്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് സ്റ്റോക്ക് 7% കറക്റ്റ് ആവുകയും 1,206 അടുത്തെത്തുകയും ചെയ്തു. 32,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 43.43ഉം ഡിവിഡൻഡ് ഈൽഡ് 0.59%. 52 വീക്കായി 1928, 52 വീക്കിലോ 1,142. KPIT ടെക്നോളജിയുടെ ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയിൽ കോൾക്കം ഗ്രൂപ്പ് 10 മില്യൺ യൂറോയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. KPIT ടെക്നോളജിയുടെയും ZF ഫ്രീ ഡ്രാഫ്ഷൻ എന്ന കമ്പനിയുടെയും ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയിലേക്കാണ് കോൾക്കം ഗ്രൂപ്പിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. വളരെ പ്രശസ്തമായ കോൾക്കം ഗ്രൂപ്പിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. KPIT ടെക്നോളജി എന്ന കമ്പനി സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് വെഹിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നതിനും നെക്സ്റ്റ് ജനറേഷൻ ഓട്ടോമൊബൈൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിലും ഫോക്കസ് ചെയ്തിരിക്കുന്ന കമ്പനിയാണ്. കൂടാതെ അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്നും സ്റ്റോക്ക് കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ, അതായത് ഏകദേശം 40% ഡിസ്കൗണ്ടിൽ ലഭിക്കുകയും ചെയ്യുന്നു. KPIT ടെക്നോളജിയുടെ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് ഒരു ബിയറിഷ് ഹെഡ് ആൻഡ് ഷോൾഡർ രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്നതായിട്ട് കാണാൻ സാധിക്കും. നെക്ക് ലൈൻ സപ്പോർട്ടിന് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 1,200 സ്റ്റോക്കിൻ്റെ ഒരു സപ്പോർട്ട് തന്നെയാണ്. ഏറ്റവും സ്ട്രോങ് സപ്പോർട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുക 1,050 അടുത്തായിട്ടാണ്.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്